ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിയർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗിന്റെ 21 തൊട്ട് 30 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനലിൽ പെട്ടെന്ന് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. കഴിഞ്ഞ വീഡിയോയുടെ അവസാനത്തിൽ ജിൻവു തന്റെ കൂടെയുള്ള ജിൻഹോ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ലിസാർഡ്സ് ആണെന്ന് മനസ്സിലാക്കിയെടുത്താണ് ചാപ്റ്റർ 20 അവസാനിച്ചത്. ഇനി ചാപ്റ്റർ 21ന്റെ തുടക്കത്തിൽ പണ്ടൊരിക്കൽ ഒരു ഹണ്ടർ ജിൻവോനോട് ലിസാർഡ്സിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ലിസാർഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അവരുടെ കൂടെ ലോ റാങ്ക് മെമ്പേഴ്സിനെ കൊണ്ടുപോയി അവരെ ഡഞ്ചൻ ബോസിന് മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ളവർ ആ സമയത്ത് ഡഞ്ചൻ ബോസിനെ കീഴ്പ്പെടുത്തുകയോ അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ട് രക്ഷപ്പെടുകയോ ചെയ്യും. ഡഞ്ചന്റെ അകം അപകട സാധ്യത കൂടിയ ഇടമായത് കൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നാലും അത് പുറം ലോകം അറിയില്ല. അതുകൊണ്ട് ഈ ലിസാർഡ്സിൽ നിന്ന് മാറി നിൽക്കണമെന്നും അയാൾ ജിൻവോനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പ്രസന്റ് ടൈമിൽ ജിൻഹോ ആ ഗുഹയിൽ അകപ്പെട്ടതിൽ പരിഭ്രമിച്ചു നിന്നപ്പോൾ ജിൻവു തന്റെ ചുറ്റുപാട് നിരീക്ഷിച്ച് ഡഞ്ചൻ ബോസ് ഉണർന്നു എന്ന് മനസ്സിലാക്കി. അതൊരു സി റാങ്ക് മോൺസ്റ്റർ ആണെന്ന് മനസ്സിലാക്കിയ ജിൻവു ജിൻഹോയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് തന്റെ ഡാഗർ വെച്ച് ബോസുമായിട്ട് ഏറ്റുമുട്ടി. ഒരു സി റാങ്ക് മോൺസ്റ്ററിനെ ഒരു ഇ റാങ്ക് ഹണ്ടർ നേടുന്നത് കണ്ട് ജിൻഹോ അതിശയിച്ചു നിന്നു. ജിൻവുവിന്റെ കറണ്ട് ലെവലിൽ ഈ സി റാങ്ക് മോൺസ്റ്റർ ഒന്നും ഒരു കോമ്പറ്റീഷൻ അല്ലാത്തത് കൊണ്ട് അവൻ അതിനെ ഈസിയായി കീഴ്പ്പെടുത്തി. ഇതേ സമയം ലിസാർഡ്സിന്റെ ഗ്രൂപ്പ് ഡഞ്ചന്റെ പുറത്തിരുന്ന് ഇപ്പോഴേക്കും അവന്മാർ രണ്ടുപേരും ഡഞ്ചൻ ബോസ് കൊന്നിട്ടുണ്ടാവുമെന്നും അതിലെ ജിൻഹോയുടെ സാധനങ്ങൾ എടുത്ത് വിറ്റാൽ നല്ല പണം കിട്ടുമെന്നും അവർ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം ഡഞ്ചന്റെ ഉള്ളിൽ ജിൻവു ബോസിനെ കീഴ്പ്പെടുത്തത് കണ്ട ജിൻഹോ അവനൊരു ഫാൾസ് റാങ്കർ ആണോ എന്ന് സംശയിക്കാൻ തുടങ്ങി. ഈ ഫാൾസ് റാങ്കേഴ്സ് എന്ന് പറയുന്നത് തന്റെ ഒറിജിനൽ പവേഴ്സിനെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ച് ലോവർ റാങ്ക് പുറമേ കാണിക്കുന്ന ആൾക്കാരാണ്. ജിൻവുവിന്റെ യഥാർത്ഥ ശക്തി കണ്ട ജിൻഹോ അവനെ കുറിച്ചുള്ള എല്ലാ മുൻവിധികളും മാറ്റി അവനെ സാർന്ന് വിളിക്കുകയും അവന് കുടിക്കാൻ വെള്ളം നൽകുകയും മാന ക്രിസ്റ്റൽസ് മൈൻ ചെയ്യാനും ആരംഭിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് കല്ലുകൾ വീണടഞ്ഞ വാതിൽ തകർത്ത് ലിസാർഡ്സിന്റെ ഗ്രൂപ്പ് അവിടെ തിരിച്ചെത്തി. അവർ നോക്കിയപ്പോൾ ബോസ് മരിച്ചു കിടക്കുന്നു. ജിൻവുവും ജിൻഹോയും ജീവനോടെ തന്നെ നിൽക്കുന്നു. ജിൻവു ഒരു ഇ റാങ്കർ ആയതുകൊണ്ട് ജിൻഹോ ആയിരിക്കും ബോസിനെ കീഴ്പ്പെടുത്തെന്ന് വിചാരിച്ച് ലിസാർഡ്സിന്റെ ബോസ് അവനോട്, നീ യോജിൻ ആർക്കിടെക്ചേഴ്സിന്റെ ചെയർമാൻ മിയോങ് ഹാന്റെ മകനാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ തിരിച്ചു വന്നതെന്നും അതുകൊണ്ട് നീ ജിൻവുവിനെ കൊന്നിട്ട് തങ്ങളുടെ കൂടെ ചേരാനും അയാൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട ജിൻവു മറ്റുള്ളവരെ പോലെ ജിൻഹോയും തന്നെ ചതിക്കുമെന്ന് കരുതിയെങ്കിലും അവൻ ജിൻവുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി. അതോടെ ലിസാർഡ് ഗ്രൂപ്പ് ഇവരെ കൊല്ലാൻ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ജിൻവുവിന്റെ സ്ക്രീനിൽ ഒരു പുതിയ പോപ്പ് മെസ്സേജ് വന്നു. അതായത് പ്ലെയറിന് ചുറ്റുമുള്ള 8 പേർ പ്ലെയറിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നും അതുകൊണ്ട് പ്ലെയർ അവരെ എല്ലാം ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ പെനാൽറ്റി നേടേണ്ടി വരുമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഇത് വായിച്ചുകൊണ്ടിരിക്കെ അവരൊരാൾ ജിൻവുവിനെ ആക്രമിച്ചു. തെറിച്ചു വീണ ജിൻവു തന്റെ പഴയകാല അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സിസ്റ്റം ആവശ്യപ്പെട്ടതുപോലെ തന്നെ കൊല്ലാൻ വന്നവരെ കൊല്ലാൻ തയ്യാറായി മുന്നിലേക്ക് നടന്നു. ഇത് കണ്ട ഒരു ഹണ്ടർ ജിൻവുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവന്റെ തോളിൽ കൈയിട്ടപ്പോൾ ജിൻവു അവന്റെ തല വെട്ടി വീഴ്ത്തി. എന്നിട്ട് എല്ലാവരെയും ഓരോന്നായി വെട്ടിക്കൊലപ്പെടുത്തി അവരുടെ ലീഡറിന്റെ മുന്നിലെത്തി. ലീഡർ ഹോങ് ടോങ് സുക്കിനെയും ജിൻവു തോൽപ്പിച്ചതോടെ അവൻ പേടിച്ച് ജിൻവുവിനോട് തന്നെ വെറുതെ വിടാൻ അപേക്ഷിച്ചു. അതിനുശേഷം തന്റെ അനിയൻ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പറഞ്ഞു തീർക്കാനുള്ള സമയം കൊടുത്തില്ല. അപ്പോഴേക്കും ജിൻവു അവന്റെയും തല വെട്ടി. എന്നിട്ട് ജിൻഹോയുടെ ഒപ്പം ഡഞ്ചന്റെ പുറത്തേക്ക് പോയി 8 പേർ ഡഞ്ചനിൽ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ മരണപ്പെട്ടു എന്ന് ഹണ്ടേഴ്സ് ഗിൽഡിനെ അറിയിച്ചു. ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ജിൻവു തന്റെ അനിയത്തിയുടെ കൂടെ സമയം ചിലവഴിച്ചു. ഇതിനിടയിൽ തന്റെ ബോഡി എല്ലാ തരത്തിലുമുള്ള പോയിസണിൽ നിന്നും ഇമ്മ്യൂൺ ആണെന്ന് മനസ്സിലാക്കി. പിന്നീട് ജിൻഹോയുടെ കോള് കണ്ട് അവനെ കാണാൻ ജിൻവു ഒരു റെസ്റ്റോറന്റിലേക്കും പോയിരുന്നു. അവിടെ വെച്ച് ജിൻഹോ തനിക്കൊരു ഗിൽഡ് മാസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട്, അതിനൊരു 19 ഡഞ്ചൻ കൂടി തന്റെ ഒപ്പം ക്ലിയർ ചെയ്യാമോ എന്ന് ജിൻവുവിനോട് ചോദിച്ചു. ആദ്യം ഇതിന് ജിൻവു സമ്മതിച്ചില്ല എങ്കിലും ചില കണ്ടീഷൻസിന്റെ പുറത്ത് അവൻ സമ്മതിച്ചു. ഒരു ഡഞ്ചൻ റൈഡ് നടത്തണമെങ്കിൽ മിനിമം 20 പേർ വേണം. അതിൽ ജിൻവുയും ജിൻഹോയും മാത്രമേ ഡഞ്ചന്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ബാക്കിയുള്ളവർ ഡഞ്ചന്റെ വെളിയിൽ നിന്നാൽ പോലും അവർ ഉറപ്പ് നൽകിയ വീതം കൊടുക്കും. ഇതിൽ ജിൻവുവിന് പ്രതിഫലമായിട്ട് 3 ബില്യൺ വോൺ കിട്ടും. ജിൻഹോയ്ക്ക് അവന്റെ അച്ഛന്റെ ബിസിനസ് കിട്ടണമെങ്കിൽ അവനൊരു ഗിൽഡ് മാസ്റ്റർ ആയേ പറ്റൂ. അതുപോലെ അവന്റെ കീഴിൽ പുതിയൊരു ഗിൽഡ് ഉണ്ടായാൽ ഡഞ്ചനിൽ നിന്നും കിട്ടുന്ന ഐറ്റംസിലേക്ക് ഇവർക്ക് ഡയറക്ട് അക്സസും കിട്ടും. ഇതേ സമയം യുഎസ്എയിലുള്ള ഹോങ് ടോങ് സുക്കിന്റെ അനിയനായ ഡോങ് സുക്ക് തന്റെ ചേട്ടന്റെ മരണവാർത്ത അറിഞ്ഞ് രക്ഷപ്പെട്ട ഡി റാങ്കറിനെയും ഇ റാങ്കറിനെയും കൊല്ലാൻ കൊറിയയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അവൻ തന്റെ എല്ലാ ഷെഡ്യൂളുകളും ക്യാൻസൽ ചെയ്യാൻ തന്റെ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെട്ടു. ഇതേ സമയം അങ്ങ് കൊറിയയിൽ റിവാർഡായി കിട്ടിയ പുതിയ കീയും കൊണ്ട് ജിൻവു പുതിയ ഡഞ്ചനിലേക്ക് കയറിയിരിക്കുകയാണ്. തീയാൽ ചുറ്റപ്പെട്ട ആ ഡഞ്ചനിൽ ജിൻവു ആദ്യം കണ്ടത് ഹെൽസ് ഗേറ്റ് കീപ്പർ സെറബറസിനെയാണ്. ഇതിനെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് ജിൻവു കരുതിയതെങ്കിലും അവൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അവന്റെ ശക്തി ആ ഗേറ്റ് കീപ്പറിന് മുന്നിൽ ഒന്നുമല്ലാതെയായി. എങ്കിലും ജിൻവു തന്റെ ധൈര്യം കളയാതെ അതിനെ നേരിട്ട് അതിനെ കീഴ്പ്പെടുത്തി. ശേഷം തന്റെ മുന്നിലുള്ള ഗേറ്റ് ഇപ്പോൾ തുറക്കാൻ മാത്രം
ഞാൻ ശക്തനല്ല എന്ന് മനസ്സിലാക്കി ജിൻവു കിട്ടിയ റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചുപോയി. ഇതേ സമയം മറ്റൊരിടത്ത് ഒരാൾ 20 മില്യൺ വോൺ ഒരാൾക്ക് കൊടുത്തിട്ട് അയാളോട് കുറച്ചു പേരെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മിസ്റ്റർ സോങ് തന്റെ ഡോജോയിൽ പ്രാക്ടീസ് ചെയ്യുന്നതും അയാളോട് ഗിൽഡ് മാസ്റ്റർ റിട്ടയർമെന്റ് മാറ്റിവെച്ച് വീണ്ടും ഹണ്ടർ ആവാൻ പറയുന്നതുമാണ്. അവിടെ നിന്നും പുറത്തിറങ്ങിയ മിസ്റ്റർ സോങ് വഴിക്ക് വെച്ച് വീണ്ടും ജിൻവുവിനെ കണ്ടുമുട്ടി. അപ്പോൾ കുറച്ച് മാസത്തിനുള്ളിൽ ജിൻവുവിന് വന്ന മാറ്റങ്ങൾ മിസ്റ്റർ സോങ് മനസ്സിലാക്കിയിരുന്നു. അവന്റെ കൈയും കാലുകളും നഷ്ടപ്പെടുന്നത് മിസ്റ്റർ സോങ് കണ്ടിരുന്നിട്ടും നിനക്ക് ഇപ്പോഴൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ സ്പെൽ കാസ്റ്റിംഗ് ടെക്നിക്ക് വെച്ച് തനിക്കൊന്നും പറ്റിയില്ല എന്ന് ജിൻവു അയാളെ വിശ്വസിപ്പിച്ചു. ശേഷം അയാളുടെ ഒപ്പം ജിൻവുവും അടുത്തുള്ള ഗേറ്റിലേക്ക് പോയി. അവിടെ അന്നത്തെ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. ജിൻവുവിനെ കണ്ടപ്പോൾ ജൂഹിക്ക് സന്തോഷമാണ് ഉണ്ടായതെങ്കിൽ മിസ്റ്റർ കിമ്മിന് കുറ്റബോധമാണ് ഉണ്ടായത്. ഇവരുടെ സുഖവിവരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ കുറച്ച് ജയിൽ പുള്ളികളെയും കൊണ്ട് 2 ഗവൺമെന്റ് ഓഫീസേഴ്സ് അവിടെ എത്തി. ഇതിലൊരാളാണ് നേരത്തെ ആളെ കൊല്ലാൻ 20 മില്യൺ വാങ്ങിയത്. അതിലൊരാൾ ഇവർ ഈ റീഹാബിലിറ്റേഷൻ ജയിൽ പുള്ളികളുമായിട്ടാണ് ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത് എന്നും അറിയിച്ചു. ഇതിലെന്തോ പന്തികേട് തോന്നിയ ജിൻവു ജൂഹിയോട് പിന്മാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. അതോടെ ഇവരെല്ലാം ഗേറ്റിന്റെ ഉള്ളിലേക്ക് നടന്നു. ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഗവൺമെന്റ് ഓഫീസർ ജയിൽ പുള്ളികളുടെ കൈവിലം കഴിച്ചു. ശേഷം അവർ ഓരോന്നായി ഗേറ്റിലെ മോൺസ്റ്റേഴ്സിനെ കൊന്നുകളാൻ തുടങ്ങി. അതുപോലെ ജൂഹിയും ജിൻവുയും മിസ്റ്റർ കിമ്മും മിസ്റ്റർ സങ്ങും എല്ലാം മോൺസ്റ്റേഴ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മിസ്റ്റർ സങ് ജിൻവുവിന്റെ മാറ്റങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനിടയായി. അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ ഇവരുടെ മുന്നിൽ 3 വഴികൾ പ്രത്യക്ഷപ്പെട്ടു. അതോടെ ഇവർ 3ആയി തിരിഞ്ഞ് 3 വഴിക്ക് പോകാൻ തീരുമാനിച്ചു. തന്റെ എബിലിറ്റി വെച്ച് ശരിയായ വഴി കണ്ടെത്തിയ ജിൻവു മിസ്റ്റർ സങ്ങിനെയും ജൂഹിയെയും കൂട്ടി ഇടതുവശത്തെ വഴിയിലേക്ക് പോയി. ഇതേ സമയം ജിൻവുവിന് തങ്ങളുടെ കൂടെ വന്ന ഗവൺമെന്റ് ഓഫീസറിൽ എന്തോ പന്തികളുള്ളതോ എന്ന് തോന്നി. ഇപ്പോൾ ജയിൽ പുള്ളികളും ഗവൺമെന്റ് ഓഫീസേഴ്സും ഒരു വഴിക്ക് പോയി. മിസ്റ്റർ കിമ്മും മറ്റൊരു ഹണ്ടറും ഒരു വഴിക്ക് പോയി. മിസ്റ്റർ കിം ഡഞ്ചൻ ക്ലിയർ ചെയ്യുമ്പോഴും ജിൻവുവിനോട് മാപ്പ് പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ മോൺസ്റ്റേഴ്സിനെ തീർത്ത് ഇവർ മുന്നിലേക്ക് നടന്നപ്പോൾ ജയിൽ പുള്ളികളുടെ വഴിയിലെത്തി. എന്നാൽ മിസ്റ്റർ കിം അവിടെ കണ്ടത് ആ ഗവൺമെന്റ് ഓഫീസർ ജയിൽ പുള്ളികളെ കൊല്ലുന്നതാണ്. ഇതേ സമയം അടുത്തെവിടെ ഒരാളുടെ കില്ലിംഗ് ഇന്റന്റ് മനസ്സിലാക്കിയ ജിൻവു ബാക്കിയുള്ളവരെയും കൂട്ടി അവിടേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ആ ഓഫീസർ അവനെ ആക്രമിച്ചുവെങ്കിലും ജിൻവു അവനെ തടഞ്ഞു. ശേഷം ചുറ്റും നോക്കിയ ജിൻവു ഒരു ഹണ്ടറും മറ്റ് ജയിൽ പുള്ളികളും മരിച്ചു കിടക്കുന്നതും വെട്ടേറ്റ് മരിക്കാറായ മിസ്റ്റർ കിമ്മിനെയും കണ്ടു. പെട്ടെന്ന് ജൂഹി അയാളെ ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും അയാൾ അതിനോടകം തന്നെ കുറെ ബ്ലഡ് നഷ്ടപ്പെടുത്തിയിരുന്നു. തന്റെ മരണം മനസ്സിലാക്കിയ മിസ്റ്റർ കിം ജിൻവുവിനോട് അവസാനമായി മാപ്പ് പറഞ്ഞ് അവിടെ മരിച്ചു വീണു. ശേഷം ജിൻവു അയാളോട് നീ എന്തിനാണ് മിസ്റ്റർ കിമ്മിനെ കൊന്നെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല, ജയിൽ പുള്ളികൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും കൊന്നു, അതുകൊണ്ട് ഞാൻ ജയിൽ പുള്ളികളെ കൊന്നു, മറ്റാരും രക്ഷപ്പെട്ടില്ല, ഇതായിരിക്കും പുറം ലോകം അറിയാൻ പോകുന്നെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട മിസ്റ്റർ സങ് ജിൻവുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ജൂഹിയുടെ സഹായത്തോടെ തന്റെ ബോഡിയെ ഫിസിക്കൽ എൻഹാൻസ് ചെയ്ത് അയാളെ നേരിടാൻ മുന്നോട്ട് നടന്നു. അവിടെ ചാപ്റ്റർ 30 അവസാനിച്ചു. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ മാൻവയുടെ ചാപ്റ്റർ 21 തൊട്ട് 30 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 20 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ 21 തൊട്ട് 30 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏതെങ്കിലുമൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റുമായി വീണ്ടും കാണാമെന്ന് സൈനിങ് ഔട്ട്.